ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. അങ്ങനെ ഒരു ബോയ് ഒരു ഗേൾ ഇങ്ങനെ ഓടി പോകാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് ആൾക്കാരെല്ലാം പിന്നെ ആ വീട്ടിലുള്ളവരെല്ലാം അങ്ങനെ ഒരു ബോയിനെ ഒരു ഗേളിനെ ഓടിച്ച് വരാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേർ കൈ പിടിച്ച് ഓടിപ്പോയി. അങ്ങനെ പോയിട്ട് രണ്ടുപേർ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ ഫോറിങ് ആണ്, അതെന്നെ കൊറിയൻ ബോയാണ്. അങ്ങനെ രണ്ടുപേർ ലവ് ചെയ്ത് മാരേജ് കഴിച്ച് ആ വീട്ടിലുള്ളവർ പറയാൻ തുടങ്ങി, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, നീ ഇത് ചെയ്യുന്ന തപ്പ്. അച്ഛാ, ചേട്ടാ, എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ടുപേരും ലവ് ചെയ്ത്, അതുമാത്രമല്ല ഞാൻ പെണ്ണിട്ടാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട വീട്ടുകാർക്കൊരു ഷോക്ക്. നീ അവനെ മാരേജ് കഴിക്കാൻ പറഞ്ഞു. അച്ഛാ, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, അവർ ശരിയില്ല, അങ്ങനെ വഴക്ക് പറഞ്ഞ് അവർ രണ്ടുപേരും ഓടിപ്പോയിരുന്നു, കല്യാണം കഴിച്ചായിരുന്നു. അങ്ങനെ നീ ഇവിടെ തിരിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വില്ലേജിലിരുന്ന് അങ്ങനെയായിട്ട് അവരെല്ലാവരും ടെൻഷനിൽ അവിടുന്ന് പോയി. ഇങ്ങനെ പോയി അവർ അവിടുന്ന് പോയി, അവർ കൊറിയയിൽ പോയി സെറ്റിലായി. അങ്ങനെ അവർക്ക് കുട്ടികൾ ജനിച്ചു. അങ്ങനെ അവരുടെ ഫാമിലി ഹാപ്പി ആയിരിക്കും. അതാണ് ഇവിടെയുള്ള ചേട്ടനൊക്കെ ഒരു കുട്ടി ജനിച്ചു, ഗേൾ ബേബി. അവിടെ അവർക്ക് 7 ബോയ്സ് ബേബി ജനിച്ചു. ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർക്കൊരു ഗേൾ ബേബി ജനിച്ചു. ഇപ്പോൾ 8 കുട്ടികളാണ്. ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോമാരെല്ലാം മോം എന്താടാ, മമ്മി എന്താ സാഡാന്ന്? ഇല്ലടാ, ഫ്ലാഷ് ബാക്ക് ഓർത്തതാണ്. അമ്മ അമ്മ എത്ര വിഷമിക്കുന്ന? ഇല്ലടാ, എൻ്റെ വീട്ട് ഓർത്തതാ എന്നാൽ അമ്മ കരഞ്ഞ് ഇവിടുന്ന് പോയി. 7 പേർക്ക് സാഡായിരുന്നു. അങ്ങനെ അച്ഛനോട് പിടിച്ചു വെച്ച് അച്ഛൻ ഫ്ലാഷ് ബാക്ക് പറഞ്ഞായിരുന്നു. ശരി അച്ഛാ, ഞങ്ങൾ വില്ലേജിൽ പോവാം. എന്താടാ നീ പറഞ്ഞത്? ഹോബി ഡാഡ്, മമ്മിക്ക് ഫാമിലി ജോയിൻ ചെയ്യാൻ ഞാൻ പോവാമെന്ന് പറഞ്ഞായിരുന്നു. അവർ വേണ്ടെന്ന് പറഞ്ഞു, അവർ സമ്മതിച്ചില്ല. ഞങ്ങൾ പോയിട്ട് അവരെ സമാധാനമാക്കിയിട്ട് നിങ്ങളെ എല്ലാവരും ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കേടാ, അത് വീട്ടിൽ പ്രശ്നമാണ്, ഫുൾ അഡ്രസ്സ് പറഞ്ഞ് വില്ലേജാണോ, ശരി ഓക്കെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ 7 പേർ ആക്ടറാണ്, ഭയങ്കര മൂവിൽ ആക്ട്രസ്, ഭയങ്കര ഫേമസ് ആക്ടിങ് മോഡൽ, പിന്നെ ഒരു കമൽസിയോ. അങ്ങനെ 7 പേർക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിന്. 7 പേർക്ക്. അങ്ങനെ ആ ഗേൾ ഫ്രണ്ട് പറഞ്ഞ, ആഹാരം ജിൻ ഷുഗ, നിങ്ങൾ എന്നാ എന്നെ കണ്ടിക്കുന്നില്ല. അങ്ങനെ ആ പെണ്ണും ഇങ്ങനെ ഫിലിമിന് ആക്ടറാണ്. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്നെ കണ്ടിക്കില്ല, നമ്മൾ മാരേജ് കഴിച്ചോളാം എന്നും പറഞ്ഞായിരുന്നു. അങ്ങനെ ആറമ്മക്ക് ടെൻഷനായിരുന്നു. ആറാം പറഞ്ഞു ബ്രേക്കപ്പ് എന്ന് ടെൻഷനിൽ പറഞ്ഞു പോയി. എല്ലാവരും ഷോക്കായി. എന്താ ആറാം പറഞ്ഞ ബ്രേക്കപ്പ്, നിങ്ങളെല്ലാവരും ഇവിടെ മാരേജ് വെച്ചോ, ഞാൻ ഇന്ത്യക്ക് പോവാം എന്നെ ആറാം പാക്ക് ചെയ്തു. അങ്ങനെ പാക്കിങ് ചെയ്ത് ആറാം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ആറാം പറഞ്ഞു കേട്ടു. ബാക്കിയായിട്ട് ജിന്നിന് കുറച്ച് ഡൗട്ട് വന്നു, ഇവനിങ്ങനെ പറയില്ലല്ലേ. അങ്ങനെയായിട്ട് ജിന്ന് പോയിട്ട് റൂം നോക്കുമ്പോൾ അതിലൊരു ചിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയവരോട് വന്നു, എന്താ ചേട്ടാ, ജിൻ ചിപ്പ് കുത്തി നോക്കുക. ജിന്നിക്ക് ഷോക്കായി. ജിന്ന് പറഞ്ഞു, ശരി നമ്മൾ ഇന്ത്യക്ക് പോവാം. എന്താടാ പറഞ്ഞാൽ വീഡിയോ നോക്കുക. അങ്ങനെ 7 പേർക്ക് ടെൻഷനായി. ശരി നമ്മൾ ഇന്ത്യക്ക് പോവാം. അങ്ങനെ എല്ലാവരുടെയൊക്കെ ആറാമിനോട് ഞങ്ങൾ വരാം. ശരി ഓക്കെ എന്ന് അവർ ഇന്ത്യക്ക് പോയി. അങ്ങനെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തു. അങ്ങനെയായിട്ട് ഇന്ത്യക്ക് വന്ന് സിം ചേഞ്ച് ചെയ്ത് അങ്ങനെ വീട്ടിലെല്ലാം ഫോൺ ചെയ്ത് പറയാം. ആ ഗേൾ ഫ്രണ്ട് ഫോൺ ചെയ്താൽ എടുത്തില്ല. അങ്ങനെ ഇന്ത്യക്ക് വന്ന വീട് അവിടെ ഒരു ഗ്രാമത്തലവന്. അങ്ങനെ അവർ മുത്തശ്ശിക്ക് ഓൾറെഡി പറയും, ഫോൺ വിളിച്ചിട്ട് ഹീറോയിൻ്റെ ഹീറോമാരെ അമ്മ സംസാരിക്കും. അങ്ങനെയായിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എല്ലാവരും വന്നു. അങ്ങനെയായിട്ട് ഗ്രാൻഡ് പാക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോമാർ വന്ന് വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഗ്രാൻഡ് പാ സമ്മതിച്ചില്ലായിരുന്നു. വേറെ കുട്ടിയല്ല, നിങ്ങൾ സമ്മതിക്കുക അങ്ങനെ പറഞ്ഞു. പിന്നെ ബോയ്സ് എല്ലാവരും ഇങ്ങനെ എല്ലാം കെയറിങ് ആയിട്ട് നോക്കുക. ഇതെല്ലാം ബ്രിട്ടീഷ് മെമ്പറിനെ കാണുമ്പോൾ ഗ്രാൻഡ് പാക്ക് ഭയങ്കര സാഡായിരുന്നു. ശരി ഓക്കെ ഇവിടെ ശ്രമിച്ചു വിടാം. അങ്ങനെ അവരുടെ ക്യാരക്ടർ കുറച്ച് ഡേയ്സാണ് അവർ പിടിക്കാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് സമാധാനമായി. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഡാഡി ഹീറോയിൻ്റെ അച്ഛനുണ്ടായിരുന്നു. അവർ ഓക്കെ, എൻ്റെ ചേച്ചിക്ക് അങ്ങനെ ഓക്കെ ആണോ എന്ന് പറഞ്ഞു. ഓക്കെ ആണ് അങ്കിൾ എന്ന് പറഞ്ഞു. അങ്കിളല്ല ചെറിയച്ഛനെ പറഞ്ഞു. ശരി ഓക്കെ എന്ന് അവർ സംസാരിക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി വന്നു ബാഗ് എടുത്തുകൊണ്ട്. അതെ, ഹീറോയി കുറച്ച് പറഞ്ഞാൽ ഹീറോയിൻ്റെ മമ്മീൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അതെ, മുത്തശ്ശീൻ്റെ വീട്ടിലേക്ക് ഹീറോയി വന്ന് നോക്കും. വീടെല്ലാം ഒരുമാതിരി ഉണ്ടായി. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 7 പേർ ഹീറോയിനെ നോക്കി. അതുകൊണ്ട് ഓരോന്ന് പണിയിലുണ്ടായിരുന്നു. അപ്പോൾ ആറമ്മയുടെ പൊണ്ടത്തിൻ്റെ മെത്തിനോട് ഇരുന്നിട്ട് നോക്കുമായിരുന്നു. ഹീറോയിൻ്റെ വയസ്സ് കേട്ട് നോക്കിയവർ തിരിഞ്ഞു നോക്കി. അവിടെ പൊണ്ട ഉണ്ടായിരുന്നു. കുറച്ച് പൊണ്ടത്തിൻ്റെ മെത്തിനിരുന്ന് പൊണ്ട ഇതിപ്പോൾ ഇവിടെ കൊണ്ടത്ത് വെച്ചത്രയാണ്. ആറം പൊണ്ടത്ത് നോക്കിയായിരുന്നു. ഹീറോയിൻ്റെ വയസ്സ് കേട്ട് നോക്കി. ആറം വെളിയിലാണ് ഇറങ്ങി വീട് വന്ന് ആറം നോക്കി. ശരി, ഇത് നിങ്ങൾ ഇവിടെ നോക്കിക്കോന്ന് ആറം അകത്ത് വന്നു. ജിന്നവിടെ സംസാരിച്ചാൽ മുത്തശ്ശിയുണ്ട്. ജിന്നു എല്ലാവരും ഹീറോയിനെ നോക്കും. ഓരോന്ന് ജങ്കുക്കും വിയും ഗെയിം കളിക്കുമായിരുന്നു. ജിമ്മിനോട് മുത്തശ്ശീനോട് കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് ചെയ്തുണ്ടായിരുന്നു. എല്ലാവരും ഹീറോയിനെ നോക്കി ഷോക്കായി. ഇതാരാന്ന് പറഞ്ഞായിരുന്നു.
ഡാഡിയെന്ന് പോയിട്ട് ഹക്കിച്ചത്, അച്ഛാന്ന് ഹക്കിച്ചത്. ഇത് കണ്ടപ്പോൾ ഷോക്കായി. അപ്പോൾ ഇവളാണ് ഞങ്ങളെ മുറപ്പെണെന്ന് വീട് വീട് നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവർ വീട് വീട് നോക്കാൻ, അയ്യോ ഇവളാണോ ചപ്പിയായിട്ടുണ്ടല്ലോ ഗുളുക്ക് മുളുക്കും എന്ത് അവർ ഓർക്കാൻ തുടങ്ങി. ഇനി അമ്മ എങ്ങനെയാ ഇവളെ കറച്ചടി കല്യാണം ആയിക്കോ ഒരുപോലെ ഇവൾക്ക് എങ്ങനെയായിട്ട് ഒരാഴ്ചയൊക്കെ തുടങ്ങിയായിരുന്നു. അതെ, ജിമ്മിനും VR47 വന്നത് ഹീറോയിന് മാരേജ് കഴിക്കണം, അതാണ് ഒരു പ്ലാൻ. ഇവൾ ചബ്ബിയായിട്ടുണ്ടല്ലോ, നമ്മുടെ ടൈപ്പില്ല എന്ന് അവർ വാദിയൊക്കെയായിരുന്നു. അവർ നേരെ ഹീറോയിനെ നോക്കിയില്ലായിരുന്നു. അങ്ങനെ അവളെ ഹീറോ തിരിഞ്ഞ് അങ്ങനെ എല്ലാവരും ഹീറോയിനെ വീട് നോക്കി, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ അങ്ങനെ പറഞ്ഞായിരുന്നു. വോയിസ് നല്ല ഉണ്ടല്ലോ പാന്ന് അവർ നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് വീട്ടിലെല്ലാം സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് മാരേജ് ചെയ്യിപ്പിക്കാം എന്നവർ വീട്ടിൽ സംസാരിക്കുക. ഇതായിട്ട് ആറും പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ ഗേൾ ഫ്രണ്ട് മുഖ്യമല്ലേ, ഞാൻ പറഞ്ഞെന്ന് വീട്ടിൽ ആറും വന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്കിൾ അത് ഇവിടെ മുറപ്പെണ്ണുണ്ട് ചെക്കമുണ്ടല്ലോ, ഇതിലേറെ ഒരാൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കാമെന്ന് അവർ പ്ലാൻ ചെയ്ത് തുടങ്ങി. ശരി, ആറും വന്നിരുന്നു. അപ്പോൾ ആറും കല്യാണം കഴിപ്പിക്കാം, ബാക്കി 6 പേർക്ക് ഷാക്ക്. അപ്പോൾ ആറും ഞങ്ങളെല്ലാം ഒരു പെണ്ണിന് മാരേജ് കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറും വീട്ടിൽ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യടാ എന്ന് പറഞ്ഞായിരുന്നു. ആറും പറഞ്ഞു, നിങ്ങൾ 6 പേര് അവളെ കല്യാണം കഴിച്ചാൽ ഞാൻ ഇവളെ കല്യാണം കഴിച്ചാൽ ആറും പറഞ്ഞ് അവിടെ നിന്ന് പോയി. അങ്ങനെ 6 പേർക്ക് കൺഫ്യൂസായി, എന്താടാ വേറെ ഇല്ലടാ അങ്ങനെ പറഞ്ഞു. അങ്ങനെയായിട്ട് അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിയും പിന്നെ അങ്ങനെ ജാതകം നോക്കുമ്പോൾ പൂശാരി പറഞ്ഞു ഇവൾ മാരേജ് കഴിക്കുക 7 പേര് മാരേജ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ശരി, വീട്ടിൽ ഹീറോയിൻ്റെ മമ്മീൻ്റെ ഡാഡീനെ വരുത്തി, ശരി ഹീറോക്ക് ഓർക്ക് മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി സമ്മതിച്ചു. ഇങ്ങനെയായിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ല മുത്തശ്ശനക്ക് അങ്ങനെയായിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് ഇത് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹീറോയിൻ്റെ മമ്മി മാരേജ് കഴിക്കാൻ വന്ന ചെക്കന് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ മനസ്സിലായി. അതെല്ലാവരും പറഞ്ഞു, ഭാഗ്യം നിങ്ങളെ മോൾക്ക് അവന് കല്യാണം കഴിച്ച് ചേർത്തത്, നല്ല ചെക്കനെ മാരേജ് കഴിച്ചു, അതല്ല അവൻ നല്ല ശരിയില്ല, അവൻ ഓൾറെഡി വൈഫ് മാരേജ് കഴിച്ചിരുന്നു, അവൻ ചീറ്ററാന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സമ്മതമുണ്ടായി. അതുകൊണ്ട് ഡാഡി സമ്മതമാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് മാരേജാണ്. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു മാരേജ് ആരും കൂടെ കല്യാണിക്കാൻ പോകുന്നത് എന്ത്. അങ്ങനെ ഹീറോയിൻ മണ്ഡപത്ത് വന്നിരുന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്തേ എന്ന് ഷാക്കായി ഹീറോയി. അതെല്ലാം മാരേജ് നടന്നു എല്ലായിരുന്നു. ഹീറോയ്ക്ക് വളർന്നിരുന്നായിരുന്നു. അമ്മ എന്നമ്മ എനിക്ക് എല്ലാവരും കൂടെ കല്യാണം കഴിച്ചിട്ടാ? ഇല്ല മാ, എൻ്റെ ജാതകത്തിലുണ്ട് 7 പേര് മാരേജ് കഴിക്കാം. അമ്മ 7 പേര് കല്യാണം കഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യും?